അപ്പൊ അറൈവൽ ഡേക്ക് തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഹോട്ടൽ സൂര്യ ഹെറിറ്റേജ്, അവിടെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. അതിന്റെ റൂഫ് ടോപ്പിലാണ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. ആം, അന്ന് ഇവിടെ എത്തി. ആം, വൈകുന്നേരം തന്നെ ഞങ്ങളുടെ ടൂർ ഗൈഡ് റോമനായിട്ട് ഞങ്ങൾ ഡിന്നറിന് പോയി. താമസിച്ച ഹോട്ടലിന്റെ സ്ഥലം നമ്മൾ തെമൽ തെമൽ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പൊ ഇവിടെ കൂടെ ഇറങ്ങിയാൽ എല്ലാ രണ്ടാമത്തെ പേഴ്സൺ ടൂറിസ്റ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ കാണുന്നത്. പിന്നെ എന്തെങ്കിലും നമ്മൾ ഐറ്റംസ് നമ്മുടെ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ there is still the possibility to buy something from here. Yeah. ഷൂസ് ആണെങ്കിലും വാക്കിംഗ് ഹൈക്കിംഗ് സ്റ്റിക്സ് ആണെങ്കിലും ജാക്കറ്റ്സ്, ഡൗൺ ജാക്കറ്റ്സ് ആണെങ്കിലും സ്ലീപ്പിംഗ് ബാഗ്, whatever. അന്ന് ഞങ്ങൾ ഒരു കൾച്ചറൽ ഷോ ട്രഡീഷണൽ ഫുഡ് റെസ്റ്റോറന്റില് ഞങ്ങളെ അന്ന് കഴിക്കാൻ ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങൾ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞങ്ങളുടെ ടൂർ പാക്കേജ് ഇപ്പോൾ $1,400 ആയിരുന്നു ഞങ്ങളുടെ ടൂർ പാക്കേജിന്റെ പ്രൈസ്. അത് നമ്മുടെ എല്ലാം കൂടെ കേട്ടോ. ഇറ്റ്സ് ഇൻക്ലൂഡഡ് എയർപോർട്ട് പിക്കപ്പ് തൊട്ട് എയർപോർട്ട് ഡ്രോപ്പ് വരെയുള്ള. പിന്നെ വെൽക്കം ഡിന്നറും പിന്നെ ഫെയർവെൽ ഡിന്നറും മാത്രം ഇൻക്ലൂഡഡ്. പിന്നെ നമ്മുടെ ഫുൾ ട്രിപ്പ്, അതായത് ട്രെക്കിംഗ് ട്രിപ്പില് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ഈ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അക്കോമഡേഷൻ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ 3 days ബാത്റൂം അറ്റാച്ച്ഡ് റൂം വിത്ത് ഹോട്ട് ഷവർ. പക്ഷെ അതിൽ നമ്മൾ അത്രയും ക്ലീൻ ചെയ്തിരിക്കരുത്. ബിക്കോസ് ഞങ്ങളിപ്പോ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും, സാഹചര്യം അനുസരിച്ച് ചില ഐറ്റിനറി വ്യത്യാസങ്ങൾ വരേണ്ട വരും. അപ്പൊ അവിടെ നമ്മൾ പിടിവാശി കാണിക്കാൻ പോയാൽ നമുക്ക് തന്നെ നമ്മുടെ ട്രിപ്പിന് ഉള്ള ആ ഒരു ഉത്സാഹം. സോ നമ്മൾ ഇച്ചിരി മൈൻഡ് സെറ്റ് ഫ്ലെക്സിബിൾ ആയിട്ട് വേണം ഇങ്ങനെ ഒരു യാത്രയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. അപ്പം ആദ്യത്തെ ഡിന്നർ എല്ലാം കഴിഞ്ഞു. ആ ഡിന്നറിന്റെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഓവറോൾ എക്സ്പ്ലനേഷൻ തന്നു എങ്ങനെയായിരിക്കും. അപ്പം ഇവരെപ്പോഴും പിറ്റേ ദിവസത്തിന്റെ കാര്യം ഞങ്ങളോട് പറയുള്ളൂ, അല്ലാതെ മുൻകൂട്ടി ഫുൾ ഐറ്റിനറിയെ കുറിച്ച് പറയുകയല്ല. പിറ്റേ ദിവസം എന്താണ് നടക്കാൻ പോകുന്നത്, ദേ ഓൾവേസ് കീപ് റിമൈൻഡിങ് us stay in the present moment. ഓക്കെ, അതാണ് അവർ ഞങ്ങളോട് പറയുന്നത്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണോ അതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. സ്റ്റേ ഇൻ ദ പ്രസന്റ് മോമെന്റ്. മാത്രം സംസാരിക്കുന്നത്. അതെ. അപ്പൊ കൾച്ചറൽ ഷോ എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങള് റൈസ് വൈൻ ആണെന്ന് പറഞ്ഞൊരു സംഭവം തന്നു. പക്ഷെ ഐ തിങ്ക് ദാറ്റ് വാസ് നല്ല ഒരു ഹൈ പെർസെന്റേജ് ഉള്ള ഒരു സ്പിരിറ്റ് പോലത്തെ ഒരു സംഭവമായിരുന്നു. മണത്തപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും ബൂസായി. ഡിന്നറൊക്കെ നല്ലതായിരുന്നു. നല്ല ഡാൻസ് ഷോയും കാര്യങ്ങളും എല്ലാം കണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു. മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം കിട്ടി. പിന്നെ നേരത്തെ തന്നെ കയറി കിടക്കേണ്ട വന്നു. ഞങ്ങളൊരു 10 PM ഒക്കെ ആയപ്പോ എനിക്ക് തോന്നുന്നു അല്ലെ, ബിക്കോസ് വി ഹാഡ് ടു വേക്ക് അപ്പ് അറ്റ് ഏർലി മോർണിംഗ് at 2 AM. വെളുപ്പിന് 2 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റു. 3 മണിയൊക്കെ ആയപ്പം ഞങ്ങള് ഹോട്ടൽ സൂര്യ ഹെറിറ്റേജിൽ നിന്ന് രാമച്ചെപ്പ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക്, അവിടെയാണ് എയർപോർട്ട്, അങ്ങോട്ട് ഞങ്ങള് യാത്രയായി. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ടിഗോ ബോക്സ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ രാമച്ചെപ്പ് എയർപോർട്ടിന് അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ ഇൻഫർമേഷൻ കിട്ടി, there might be no flights today. തലേ ദിവസം തൊട്ടുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പോയി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. സോ ആ ദിവസം എന്നായാലും ഞങ്ങളുടെ ഫ്ലൈറ്റ് യാത്ര നടക്കുകയില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഓർത്തൊക്കെ, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കൊന്തയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരു റോസറിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് ദൈവത്തിന്റെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ നടക്കട്ടെ. അതായത് ഒത്തിരി സമയം വേസ്റ്റ് ആക്കാനും നമുക്കില്ല. ബിക്കോസ് ഞങ്ങളുടെ ഐറ്റനറി ഫിക്സ് ആണ്, ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക്ഡ് ആണ്, ഞങ്ങൾക്ക് ഫാമിലീസ് ഉണ്ട്, തിരിച്ചെത്തണം. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു രീതിയിൽ അങ്ങനെ അധികം ഫ്ലെക്സിബിലിറ്റി ഇല്ല. സോ അങ്ങനെ ഒരു 10:30 ആയപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ഗോ ബൈ ജീപ്പ്. അപ്പം ഞങ്ങളുടെ രാമച്ചെപ്പ് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് ലുക്ല എയർപോർട്ടിലോട്ടാണ് സാധാരണ പോകേണ്ടത്. അതൊരു 15 minutes ഫ്ലൈറ്റ് അവേഴ്സ് ആണ് ആക്ച്വലി. അതിന് ലുക്ലയിലുള്ള ഫ്ലൈറ്റ് അത്രേ ഉള്ളൂ. പക്ഷെ ലുക്ലയിലെ
വെതർ ഒട്ടും ക്ലിയർ അല്ലായിരുന്നു. അപ്പം അത് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എയർപോർട്ട്സ് വേൾഡ് വൈഡ്. അങ്ങനെ ആണെങ്കിലും ഉള്ളൂ ഫ്ലൈറ്റ് മുന്നോട്ട് പോകും. ക്ലിയർ ആണെങ്കിലും ഉള്ളൂ ഫ്ലൈറ്റ് എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ അവർ വിയർ കൈൻഡ് ഓഫ് സ്റ്റക്ക് ഇൻ ആംസ്റ്റർഡാം. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ 2 ജർമ്മൻ ടൂറിസ്റ്റും കൂടെ വരും. അങ്ങനെ കൊണ്ടുപോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ഗൈഡുമാരെ അങ്ങനെ നോക്കും കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ. അപ്പം ഈ കോസ്റ്റ് ഷെയറിങ്ങിന് വേണ്ടിയാണ് നമ്മൾ വേറെ വണ്ടി സ്ഥലം ഉണ്ടെങ്കിൽ വേറെ ആൾക്കാരെയും കൂടെ കൊടുത്തി കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഗൈഡഡ് ടൂറിന്റെ അകത്ത്. സോ 2 other people could join us. ജർമ്മൻകാരായിരുന്നു. അവര് 2 പേരും ഇൻഡിവിജ്വൽ ആയിട്ട് യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ ഞങ്ങള് രാമച്ചെപ്പിന്ന് 15 മിനിറ്റ് യാത്ര പകരം ഞങ്ങൾ ഒരു 12 മണിക്കൂർ ഓഫ് റോഡ് റൈഡിന് ജീപ്പില് ആദ്യം ഫ്രം രാമച്ചെപ്പ് ടു സലറി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് പിന്നെ ഒരു ഓഫ് റോഡ് ജീപ്പിലേക്ക് ഞങ്ങൾ മാറുമായിരുന്നു. ഈ പോകുന്ന വഴിയെല്ലാം അത്ര ഈസി ഒന്നും അല്ലായിരുന്നു. എനിക്ക് യൂഷ്വലി റൈഡ് ഓക്കെയാണ്. പക്ഷെ ഈ പോകുന്ന വഴിക്ക് ഒത്തിരി ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും ഒറ്റ ജീപ്പ് ഇങ്ങനെ പോകുന്ന വഴിയും നല്ല കുലുക്കവും എനിക്ക് ഛർദിയായിരുന്നു. ആക്ച്വലി ഞാൻ കാർസിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും അന്ന് വന്നില്ല. പക്ഷെ പാവം അലീഷയ്ക്ക് അന്ന് ഒരു 3-4 പ്രാവശ്യം വോമിറ്റ് ചെയ്യേണ്ട വന്നു. ഞാൻ പിന്നെ എന്റെ അമൃതാഞ്ചിന്റെ തലവേദനയ്ക്ക് വേണ്ടിയുള്ള സ്മെല്ല് ഇത് മരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ മണത്തോണ്ടിരിക്കും. സോഫ്രാൻ അത് മരുന്ന് കഴിച്ചു. പിന്നെ എന്റെ കയ്യില് ഛർദിക്കുന്ന ബാഗും ഉണ്ടായിരുന്നു. സോ ഇത്രയും 3 സാധനങ്ങൾ എക്വിപ്ഡ് ആയിരുന്നു. അത് പിടിച്ചോണ്ടായിരുന്നു ഞാൻ പിന്നെ വണ്ടി പിന്നെ ഫസ്റ്റ് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന്. അവര് പിന്നെ വണ്ടി നിർത്തി തരുമായിരുന്നു നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ ആദ്യം സാലറി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്ന് പിന്നെ വേറൊരു ഓഫ് റോഡ് ജീപ്പിലേക്ക് ഞങ്ങൾ മാറി. രാത്രി 10 മണിക്കാണ് ഏത് സ്ഥലത്ത് നമ്മൾ എത്തിയത്? സാലറി കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത് കറിക്കൊള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പിന്നെ എത്തി. അവിടെ 10 മണിക്ക് എത്തിയപ്പം നിങ്ങൾ വിചാരിക്കണം ഞങ്ങൾ വെളുപ്പിനെ 3 മണിക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് വണ്ടി വിട്ട് ഇറങ്ങിയവരാണ്. അതെ, ഒരു 4 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞ് പിന്നെ ഒരു 3 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും 12 മണി. സോ ഇൻ ടോട്ടൽ വി വർ അബൌട്ട് 15 to 16 hours in the car. ഞങ്ങൾ ശരിക്കും മടുത്ത് പോയായിരുന്നു ശരിക്കും. പിന്നെ എത്തിയെടുത്ത് അപ്പം അതൊരു പ്ലാൻഡ് സ്റ്റേ അല്ലായിരുന്നു ആ ഗസ്റ്റ് ഹൗസില്. പക്ഷെ ഇറ്റ് വാസ് ക്വൈറ്റ് ക്ലീൻ, ഇറ്റ് വാസ് ക്വൈറ്റ് കോൾഡ്. ബാത്റൂം അറ്റാച്ച്ഡ് അല്ലായിരുന്നു ആസ് പ്ലാൻഡ്. ബിക്കോസ് ഇത് വേറെ സ്റ്റേ ആണല്ലോ. എക്സ്ട്രാ ഓർഡിനറി വന്ന ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു ബാത്റൂം. ബട്ട് ഇറ്റ് വാസ് വെരി ക്ലീൻ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നു. നോ ഇലക്ട്രിസിറ്റി. അവർ പറയുന്നത് അവർക്ക് ചിലപ്പോ 1 മാസം 2 മാസമൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ വരും എന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ടാണ് അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾക്ക് ഈ ഹെഡ് ലാമ്പിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. സോ ബാത്റൂമിൽ വല്ലതും പോകണമെങ്കിൽ അല്ലെങ്കിൽ മുറിയിൽ വല്ലതും എടുക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ ഈ ഹെഡ് ലാമ്പ് വെച്ചുകൊണ്ട് പോകണം. പിന്നെ പവർ ബാങ്ക് ഉണ്ടായതാണ് നമ്മൾ ഇടയ്ക്ക് പവർ ബാങ്കിൽ ചാർജ് ചെയ്തിട്ട്. അതെ, അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഡിന്നർ എല്ലാം കഴിച്ചു. പിന്നെ വേറെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ ഒരു ഹോട്ട് വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. എന്റെ കാല് എപ്പോഴും രാത്രി കിടക്കാൻ നേരത്ത് തണുത്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ചൂടുവെള്ളം ചോദിച്ചാല് നമുക്ക് മേടിക്കാൻ പറ്റും. 1 ലിറ്റർ 1/2 ലിറ്റർ. അപ്പം ആ ചൂടുവെള്ളം അവര് നമുക്ക് തരും. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് കിടന്ന് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗില് ബെഡ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ ബെഡ് ഉണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ബാഗും കൂടെ വിരിച്ച് നമ്മൾ അതിന്റെ അകത്തിട്ട് ചിലവര് ഞാൻ ചെയ്തത് വേറെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുതപ്പും പില്ലോയും എല്ലാം ഉണ്ട്, ബ്ലാങ്കറ്റും പില്ലോ എല്ലാം ഉണ്ട്. ഒരു പില്ലോ കവറും ബ്ലാങ്കറ്റ് കവറും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. ബിക്കോസ് ഇത് എത്ര പ്രാവശ്യം ഇവര് കഴുകും. എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ട് 1 നൈറ്റ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരിത് കഴുകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഗ്യാരണ്ടി ഇല്ല. സോ അതുകൊണ്ട് പില്ലോ കവറിനും ബ്ലാങ്കറ്റ് കവറിനും ഒന്നും വലിയ വെയിറ്റ് ഇല്ലല്ലോ. അത് ഞാൻ തന്നെ കൊണ്ടുവരുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 6 AM എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അല്ലേ? പിന്നെ തണുത്ത വെള്ളമാണ് പല്ലൊക്കെ കഴുകുന്നത്. അതെ, ഐസ് വെള്ളത്തിലാണ് പല്ലൊക്കെ തേക്കുന്നത്. ബാത്റൂമിലൊക്കെ പോയി പിന്നെ നമ്മള് ഷോർക്കയിലേക്ക് ഈ ഓഫ് റോഡ് ട്രിപ്പ് ജീപ്പില് അപ്പൊ ഞങ്ങളൊരു ഗൈഡിന്റെ രസം പുള്ളി പറഞ്ഞു ദിസ് ഇസ് ലൈക്ക് ഡാൻസിങ് വിത്തൗട്ട് മ്യൂസിക്. അപ്പൊ ഞങ്ങൾ ആ ഒരു രാഘവത്തിന് തന്നെ ഒരു ഫൺ ഇതായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങള് ഈ യാത്ര പാട്ടൊക്കെ വെച്ച് നമ്മുടെ ഡ്രൈവർ അതെ നേപ്പാളി പാട്ടൊക്കെ കേട്ട് എനിക്ക് പറയണ നേപ്പാളി പാട്ട് കേട്ട് ഞാൻ മടുത്തു.
അങ്ങനെ പിന്നെ ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉള്ളായിരുന്നു ഷൂർക്കെ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഈ ഒരു റൈഡ് കഴിയുമ്പോൾ സത്യമായിട്ട് വി ലുക്ക് ഫോർവേഡ് ടു ഹൈക്കിംഗ്. എങ്ങനെയെങ്കിലും ഒന്ന് നടന്നാൽ മതി, ഈ വണ്ടി ഇരിക്കുന്നതിനേക്കാളും ഭേദം നടക്കുന്നതാന്നുള്ള ഇതില് വി വർ വെരി ഹാപ്പി ടു അറൈവ് ഇൻ ഷൂർക്കെ. അവിടുന്ന് പിന്നെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തു. അവിടെ ഞങ്ങൾ ഞങ്ങളുടെ പോർട്ടറിനെ മീറ്റ് ചെയ്തു. പോർട്ടറിന്റെ പേര് സമീർ. എന്റെ പകുതിയുള്ള ആള്. പക്ഷെ എത്ര ഞങ്ങളുടെ രണ്ടുപേരും ഡബിൾ ബാഗ്സ് ഏകദേശം ഈച്ച് 10 kg ആയിരുന്നു. അപ്പൊ ഒരു 20 kg ഞങ്ങളുടെ ഡബിൾ ബാഗ്സും പിന്നെ അവരുടെ സാധനങ്ങളും കൂടെ അതിന്റെ ഓൺ ടോപ്പ് ഓഫ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കെട്ടി പുള്ളിയുടെ ബാക്കിൽ വെച്ച് നെറ്റിയിൽ ഇങ്ങനെ അവിടെയാണ് അതാണ് പുള്ളി അവിടെയാണ് ബാലൻസ് ചെയ്യുന്നത്. 22 വയസ്സേ ഉള്ളൂ. അതെ, ഓൾറെഡി മാരീഡ് ആൻഡ് ഫാദർ ഓഫ് എ ചൈൽഡ്. എവിടെ നേരത്തെ എല്ലാവരും കല്യാണം കഴിക്കും. അങ്ങനെ ഞങ്ങള് യാത്ര ആരംഭിച്ചു. ഫ്രം ഷൂർക്കെ ടു ഫാഗ്ഡിങ് എന്ന് പറഞ്ഞ സ്ഥലത്തെ. അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക്? ഞാന് കേറി തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഓൾറെഡി ഛർദിയെല്ലാം ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കേറി തുടങ്ങിയപ്പോ തന്നെ ഒരു അവശനിലയിലാണ് തുടങ്ങിയത്. അപ്പൊ തന്നെ എന്റെ മൈൻഡ് സെറ്റ് വാസ് ലൈക്ക് ഓ ഗുഡ്നസ്, ഞാൻ എങ്ങനെ നടക്കും. അങ്ങനെയായിരുന്നു. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്റെ ഡബിൾ സ്പീഡിലായിരുന്നു ചേച്ചി നേരെ വിട്ടടിച്ച് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര സ്ലോ ആയതാണ്. എന്റെ കൂടെ ഗൈഡ് റോമന് പോകുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ കൂടെ നമ്മുടെ പോർട്ടർ സമീറും ആയിട്ട് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതാണ്. അതൊരു നല്ല ബെനിഫിറ്റ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾക്ക് വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതാണ്. ഞങ്ങൾക്ക് വേറെ നമുക്കൊന്നും പ്രത്യേകിച്ച് മറ്റുള്ളവരോടൊപ്പം നടക്കണം അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അതെ, ഇവിടെ വേറെ ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചാല് ഇവിടെ ആൾക്കാരെ കാണാതെ പോകും. അപ്പൊ നമ്മൾ തന്നെ അങ്ങോട്ട് വെച്ചടിച്ച് പോയിട്ട് എങ്ങാനും വഴിതെറ്റി പോയാൽ പിന്നെ പ്രശ്നമാകും. ഭാഷ അറിയാൻ മേല, റൂട്ട് അറിയാൻ മേല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും അറിയാവുന്ന ഒരാളുടെ കൂട്ടത്തിൽ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ കൂട്ടത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ പിന്നെ ചടങ്ങാകും. സോ ഭാഗ്യത്തിന് ഞങ്ങള് 4 പേരായിരുന്നു. അപ്പം എനിക്ക് കൂട്ടായിട്ട് പോർട്ടറും ഇവർക്ക് ഗൈഡും കൂട്ടായിട്ടുണ്ടായിരുന്നു. ഹി വാസ് വെരി പേഷ്യന്റ്. ഇവളായിട്ട് അവളുടെ സ്പീഡിൽ നടന്ന് അവളെ ഒരു രീതിയിലും സ്ട്രെസ് ചെയ്തില്ല. സ്ട്രെസ് ചെയ്തില്ല. ഞാൻ ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ആമേനെ പോലെ ആയിരുന്നു നടക്കുന്നത്. ശരിക്കും ആമേനെ പോലെ. അങ്ങനെ എന്നാന്ന് വെച്ചാൽ ആ യാത്രാ ക്ഷീണോ എല്ലാം കൂടെ വരുമല്ലോ. ഞങ്ങളിപ്പം കാഠ്മണ്ഡുവിൽ എത്തിക്കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല ആക്ച്വലി. അപ്പം അതൊക്കെ വരുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് അലീഷയ്ക്കും ഇത് തോന്നിയായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ ഞങ്ങൾ പയ്യെ നടന്നു ഫാഗ്ഡിങ്ങിനെത്തി. ഫാഗ്ഡിങ്ങിലെത്തിയപ്പോ ചേച്ചിയുടെ ഫീലിംഗ് എങ്ങനെയായിരുന്നു? ഫാഗ്ഡിങ്ങിലെത്തിയപ്പം ഐ വാസ് സോ ഹാപ്പി. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തി എന്നുള്ള ആ ഒരു സന്തോഷത്തിലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോർട്ടറിനോട് പറഞ്ഞാല് സമീർ ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാല് ഇവിടെ നമ്മള് ഒരു കമ്പാരിസണോ കോമ്പറ്റീഷനോ ഒന്നുമില്ല. അവിടെ പയ്യെ നടക്കുന്നവരുണ്ട്, മീഡിയം സ്പീഡിൽ നടക്കുന്നവരുണ്ട്, ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നവരുണ്ട്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് എ കോമ്പറ്റീഷൻ, വി ആർ ഓൾ വൺ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എല്ലാ പ്രാവശ്യവും ഈ ഒരു നടപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ. യുനോ അപ്പം പീപ്പിൾ ആർ ഡിഫറെന്റ്, അത് നമുക്കറിയാം. ആൻഡ് ദാറ്റ്സ് ഫൈൻ. ഇവിടെ ആർക്കും ആരും ഒന്നിനും ഫോഴ്സും ചെയ്യുകയല്ല, എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നടക്കുന്നു. എന്റെ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെന്നപ്പോ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. കാരണം എനിക്ക് അങ്ങനെ പിന്നെ ടെൻഷനും കൂടെ ആയിപ്പോയി. അപ്പൊ പിന്നെ എന്റെ സൈക്കോ തെറാപ്പിസ്റ്റ് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന കാരണം എനിക്ക് ഓരോ മെന്റൽ ബൂസ്റ്റ് തരുമായിരുന്നു വിത്ത് പ്രേയേഴ്സ്. ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അതാണ് എന്നെ ത്രൂ ഔട്ട് ദി ജേർണി പിന്നെ എന്നെ ഫാസിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ഒത്തിരി ഫിയേഴ്സ് ഉണ്ടായിട്ട് പോലും ഷി ഡിഡ് നോട്ട് ഗീവ് അപ്പ്. അത് എന്നെ ഭയങ്കരമായിട്ടും ഐ വാസ് അമേസ്ഡ് അബൌട്ട് ദാറ്റ്. ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഡോണ്ട് ഗീവ് അപ്പ്. നമ്മളിപ്പോ ഏതൊക്കെയാലും അത് തീരുമാനം എടുത്തു. സോ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇതിന് ആരും ഒന്നും ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിന് നമ്മൾ തയ്യാറെടുത്തത് തന്നെ വലിയൊരു കാര്യം. സോ ഇത് ഞങ്ങള് വി മേഡ് അപ്പ് അവർ മൈൻഡ്സ്
ടു മേക്ക് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. Yes. അതിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി തിരിഞ്ഞതാണ്. ആൻഡ് സോ വി ഗോ ഫോർ. അതായിരുന്നു ഞങ്ങളുടെ മോട്ടീവ്. This was definitely not our comfort zone. അതെ, ഫോർ ഷുവർ. പിന്നെ ഈ ഇടയ്ക്ക് പാക്കിങ്ങിന് പോകുന്നതിന്റെ ഇടയ്ക്ക് ലഞ്ചുണ്ട്. ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഒരു ഉച്ച കഴിഞ്ഞ സമയത്തോടെ ഞങ്ങള് പാക്കിങ്ങിലെത്തി. പാക്കിങ്ങിലെത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈവനിങ് ആയിരുന്നു. അതായത് ഞാൻ എത്തിക്കഴിഞ്ഞ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോ രേഷ്മ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഡിന്നർ എല്ലാം കഴിച്ചു. എലവേഷൻ കേട്ടോണ്ട് കേട്ടോ, ഈ പോകുന്ന എല്ലാം മുകളിലേക്കാണ്. അതെ, പാക്കിങ് മാത്രം ഇച്ചിരി കൂടെ താഴോട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എത്തുമ്പോൾ ഒരു അക്ലമറ്റൈസ്ഡ് ആകാൻ വേണ്ടി നമ്മൾ മേളില് ഹൈറ്റിൽ കിടക്കില്ല, ഇച്ചിരി കൂടെ താഴോട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കിടക്കുന്നത് പയ്യെ അക്ലിമറ്റൈസ്ഡ് ആകാൻ വേണ്ടി. പിന്നെ അവിടെ ഡിന്നറിന് നമുക്ക് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് കിട്ടും. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് ഓരോ ഡിന്നർ കഴിച്ചിട്ട് അപ്പൊ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ 3 ഡ്രിങ്ക്സ് ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങള് മെയിൻ ആയിട്ട് എപ്പോഴും കുടിച്ചോണ്ടിരുന്നത് ജിഞ്ചർ ലെമൺ ടീ ആയിരുന്നു. അത് നമ്മുടെ ഒരു ഹ്യൂസ്റ്റൺ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, പോയ ജോണി എന്നോട് പറഞ്ഞു, ചേച്ചി അവിടെ ചെല്ലുമ്പം എന്നാ ലെമൺ ജിഞ്ചർ ടീ കുടിക്കാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞു. ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടാനും ബൂസ്റ്റപ്പ് ആകാനും ഒക്കെ അതാണ് ഞങ്ങള് അതായിരുന്നു മെയിൻ ആയിട്ട്. ഞങ്ങളുടെ ഗൈഡും പറഞ്ഞത് അവരെപ്പോഴും ദാൽബാത്ത് ആണ് കഴിക്കുന്നത്. അത് എനർജി ഫുഡാണ്. ദാൽബാത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ താല് പോലെ, അതായത് ചോറും വെജിറ്റബിൾ, ചിക്കൻ വേണമെങ്കിൽ മേടിക്കാം, പക്ഷെ ഞങ്ങൾ വെജ് തന്നെ കീപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അതിന്റെ ഗുണം എന്നാന്ന് വെച്ചാല് നമുക്ക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ കറികൾ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, റൈസ് വേണമെങ്കിൽ തരാം. സോ ഇറ്റ്സ് അൺലിമിറ്റഡ്. റീഫിൽ എത്ര വേണമെങ്കിൽ. പക്ഷെ ഞങ്ങൾക്ക് അധികം റീഫിൽ ആവശ്യം വന്നില്ല. ഞങ്ങൾക്ക് കയറും തോറും ഞങ്ങളുടെ വിശപ്പ് കുറയുമായിരുന്നു. അതെ അതെ അതെ, സത്യം. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് ഡാൽബാത്തയും മടുത്തു. ഇതിന്റെ ഇടയ്ക്ക് എന്നോട് ചേച്ചി എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞായിരുന്നു, ഡാൽബാത്ത് കഴിച്ച് നമ്മൾ മടുക്കും, എനിക്ക് വേണമെങ്കിൽ നാരങ്ങാച്ചാർ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ സ്ഥലമില്ലാത്തതാണ് ഞാൻ നാരങ്ങാച്ചാർ എടുത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ പ്രിസർവ് ചെയ്തു. അങ്ങനെ ഫാക്ടിങ്ങിന്ന് പിറ്റേ ദിവസം അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു. അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ടായിരുന്നു, ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റി. പിന്നെ ഇത് ട്രെക്കിന് വേറെ നമ്മൾ ഈ പോകുന്ന യാത്രയിൽ നമ്മൾ വേറെ ആൾക്കാരെ പരിചയപ്പെടും, പല രാജ്യക്കാര്. അതിന്ന് മെയിൻ ആയിട്ട് ഞങ്ങൾ കണ്ട രാജ്യമായിരുന്നു ഇന്ത്യൻസ് ആൻഡ് ജർമ്മൻസ്. യു എസ് ഉണ്ട് ഒത്തിരി, US അമേരിക്കൻസ് ഉണ്ട്. പക്ഷെ ഇന്ത്യക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ, അല്ലേ? പിന്നെ കുറെ ഇങ്ങനെ ഏഷ്യൻസ് ഉണ്ടായിരുന്നല്ലോ. ശരിയാ, സിംഗപ്പൂരിന്നും അതുകൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും നടക്കാനോ നമ്മൾ ഒറ്റയ്ക്കാകുന്നില്ല. ഇല്ല, അത് ശരി. എപ്പോഴും ആരെങ്കിലും ആൾക്കാർ ഇഷ്ടംപോലെ ഈ പരിപാടിക്ക് വരുന്നുണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്. അതാണ് എപ്പോഴും ആൾക്കാരുണ്ട് ത്രൂ ഔട്ട് ദ